വീക്കോന്റെ പുതിയ വേർഷൻ ലോഞ്ച് ചെയ്യാണ്. പുതിയ ലോഗോയും പുതിയ വെബ്സൈറ്റും പുതിയ കാര്യങ്ങളുമായിട്ട് നമ്മളെല്ലാവരും കൂടി ഈ കമ്മ്യൂണിറ്റി സ്ട്രോങ്ങർ ആൻഡ് ബെറ്റർ ആവുകയാണ്. അപ്പോൾ വിത്തൗട്ട് എനി ഫർദർ എഡു നമുക്ക് നമ്മളെ പുതിയ ലോഗോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ലോഗോ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നമ്മൾ കളർ തീം മാറ്റിയിട്ടുണ്ട്. ഇപ്പം കൈൻഡ് ഓഫ് ബ്ലൂയിഷ് പർപ്പിളിലേക്ക് പിടിച്ചിട്ടുണ്ട്. എനിക്ക് ബ്ലാക്ക് എന്ന് മാറുന്ന ഒട്ടും ഇഷ്ടമില്ല, പക്ഷേ ഇതാണ് മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്ന കളേഴ്സ്. പിന്നെ നമ്മൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ വീക്കോ 2.0 വെബ്സൈറ്റ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെമ്പർഷിപ്പ് ഇനി നമ്മൾ കമ്മ്യൂണിറ്റി എടുക്കേണ്ടത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്. മിക്ക ആൾക്കാർക്കും മെമ്പർഷിപ്പ് ഇല്ലാതെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിൽ നിന്ന് കിട്ടും. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മേലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്തൊക്കെയാണ് ഓരോ ടൈപ്പ് ഓഫ് മെമ്പർഷിപ്സ് ഉള്ളത്, എങ്ങനെയാണ് വെബ്സൈറ്റ്സ് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ വെബ്സൈറ്റ് ലോഞ്ച് കാണാം. അപ്പം ഇതാണ് നമ്മളെ വെബ്സൈറ്റ് vcodecommunity.com. നമ്മളെ പഴയ ഡൊമൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി നമ്മൾ റീവർക്ക് ചെയ്തിട്ടുണ്ട്. തീമും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നിനായിട്ട് പോവാം. ഒക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ ഹോം പേജിലാണ് വരുന്നത്. ഹോം പേജിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിനേഴ്സ് ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എടുക്കുന്നിടത്തേക്ക് എത്തുക. അത് ഞാൻ ലാസ്റ്റിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആ ബട്ടൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ലിങ്ക്ഡിൻ, ടെലിഗ്രാം, ഡിസ്കോഡ്, അതുപോലെ ഫേസ്ബുക്കിൻ്റെയും സോഷ്യൽ മീഡിയ ലിങ്ക്സും കാര്യങ്ങളും. അപ്പം പുതിയതായിട്ട് കമ്മ്യൂണിറ്റി വരുന്നവർക്കൊക്കെ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാം ആക്സസിബിൾ ആണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, കരിയർ ഗ്രോത്ത്, ടെക് ക്ലബ്സ്, ഹാക്കത്തോൺസ്, മെൻറ്റർഷിപ്പ് കാര്യങ്ങളൊക്കെ. നമ്മളുടെ ചെറിയൊരു മോട്ടോ, അവർ ഫ്രെയിംവർക്ക് ഫോർ സക്സസ്, ഡ്രീം, സ്ട്രാറ്റജൈസ് ആൻഡ് അച്ചീവ്. ഓക്കെ. പിന്നെ നമ്മളെ പ്ലേസ്മെൻറ്റ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഹോം പേജിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി കിട്ടിയതും ഞാൻ കഴിഞ്ഞ വർഷം കിട്ടിയ എല്ലാവരും പോസ്റ്റർ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആൾക്കാരുടെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനും ബാക്കിയുണ്ട്. ഓക്കെ. അതുപോലെ നമ്മളെ സോഷ്യൽ മീഡിയ നമ്പേഴ്സ് കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾ പലരും എനിക്ക് മെസ്സേജ് അയച്ച് തന്നതും കമൻറ്റ് ഇട്ടും ഫീഡ്ബാക്ക്സ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ടെസ്റ്റിമോണിയൽ സെഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മെമ്പേഴ്സ് ലോകത്ത് 16 രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ കറൻ്റ് ഉള്ളത്. അതൊക്കെ എവിടെയെന്നുള്ളത് റിയൽ ടൈം ഡാറ്റ പോലെ മാപ്പ് ചെയ്തിട്ടുള്ള ഒരു വേൾഡ് മാപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴത്ത് ബാക്കിയുള്ള പ്രൊഡക്ട്സും അല്ലെങ്കിൽ ബാക്കിയുള്ള പേജസ് എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തത് അതിലേക്ക് ഞാൻ ഇപ്പോൾ വരാം. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പ്രൊഡക്ട്സ് ടാബാണ്. പ്രൊഡക്ട്സ് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിറ്റീസിൻ്റെ ഉള്ളിലുള്ള എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻസിനുള്ള 1-on-1 കോൾസ്, അതുപോലെ പ്രൊഫഷണൽസിനുള്ള 1-on-1 കോൾസ്. ഇതിൻ്റെ ഈ ചെക്കൗട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി ആ പ്രൊഡക്റ്റിലേക്ക് പോകും. ഓക്കെ. അപ്പം ഈ പേജിൽ ഫുൾ നമ്മളെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും അപ് ടു ഡേറ്റ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ആഡ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് അപ്പം നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ പേജിൽ കയറി നോക്കിയാൽ മതി. ഓക്കെ. ഇനി സബ്സ്ക്രിപ്ഷനിലേക്ക് ഞാൻ ലാസ്റ്റിലേക്ക് വരാം. ഓക്കെ. അടുത്ത നമുക്ക് കോളേജ് ക്ലബ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് കറൻ്റ്ലി 4 കോളേജ് ക്ലബ്സാണ് ആക്റ്റീവ്ലി ഉള്ളത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ഓരോന്നും ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ധനലക്ഷ്മി ശ്രീനിവാസൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഒരു എക്സാമ്പിൾ. അത് ചെന്നൈയിലുള്ള ഒരു കോളേജാണ്. ഇവർ നമ്മളെ വീക്കോഡ് ക്ലബ്ബ് റൺ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മെമ്പേഴ്സ്, അവരുടെ ഫോട്ടോസ്, അവിടുത്തെ പൊസിഷൻസ് എന്താണ്, അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽസ്, അതൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ വീക്കോഡിൻ്റെ ഈ ക്ലബിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും, അതുപോലെ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് മെയിൽ അയക്കാനുള്ള ഇമെയിലുണ്ട്. അതുപോലെ ഗാലറീസ് ഉണ്ട്. ഇപ്പോൾ അവിടെ നടന്ന ഇവൻറ്റ്സിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം. ഇപ്പം കുറേ ഗാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കോളേജസിനും ഉണ്ട്. ഇപ്പം വേറെ എക്സാമ്പിൾ എടുക്കണം, നമുക്കിപ്പം LPUൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് ജലന്ധറുള്ള കോളേജാണ്. അതിലും അവിടുത്തെ മെമ്പേഴ്സ് കാര്യങ്ങൾ, ഇൻസ്റ്റാഗ്രാം പേജ്, അതുപോലത്തെ അവിടുത്തെ ഗാലറി കാര്യങ്ങളും അത് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് കോളേജ് ക്ലബ്സിനെ കുറിച്ച് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് അതുപോലെ ഇപ്പോൾ ഇതുപോലെ ഒരു കോളേജ് ക്ലബ്ബ് നിങ്ങളുടെ കോളേജിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ടു സ്റ്റാർട്ട് എ വീക്കോഡ് ക്ലബ് ഇൻ യുവർ കോളേജ് എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ്സാണ് കിട്ടാൻ പോകുന്നത്, നിങ്ങളുടെ കോളേജിൽ എന്ത് ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്, ഓരോ സെക്ഷനായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് ആൻഡ് അഡ്വാൻറ്റേജ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ കോളേജിന് എന്ത് ബെനിഫിറ്റ് കിട്ടും, ഇത് ഓർഗനൈസ് ചെയ്യുന്ന ഓർഗനൈസിങ് ടീം എന്ത് ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്, അതുപോലെ അവിടുത്തെ സ്റ്റുഡൻസിന് എന്ത് ബെനിഫിറ്റ്സ് കിട്ടണം എന്നൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഈ അപ്ലൈ നൗ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ കോളേജ് ക്ലബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിലേക്ക് എത്താം. ഓക്കെ. ഇനി അടുത്തതാണ് ഒരു കിഡിലം പേജാണ്, ഓപ്പർച്യൂണിറ്റീസ് പേജ്. ഈ പേജിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ നമുക്ക്
അറിയാവുന്ന എല്ലാ ഇൻറ്റേൺഷിപ്സ്, ഹാക്കത്തോൺസ്, അതുപോലെ റെഫറൽസ് ഉള്ള ജോബ് ഓപ്പണിങ്സും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ ഇതിൽ ആഡ് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. ചിലതൊക്കെ ജനുവരിയിൽ തന്നെ എക്സ്പയർ ആവുന്നതാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യണമെന്നുള്ളവരൊക്കെ വേഗം നമ്മളെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിനെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പം ഇതിലിപ്പോൾ കറൻ്റ് കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ഹബിൽ പോയി നിങ്ങൾക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു ലേബിളുണ്ട്. ഇവിടെ മേലെ ഹാക്കത്തോൺ എന്നൊരു സാധനം കാണാം, അതുപോലെ ഇൻറ്റേൺഷിപ്പ് എന്ന് കാണാം. അതുപോലെ നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജോബ് എന്നുള്ളൊരു ലേബിളും കാണാം. അപ്പോൾ 3 ലേബിൾസാണ് മൊത്തത്തിലുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്യാനും പറ്റും. ഇപ്പോൾ ജോബ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റി മാത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ സിസ്കോ എഞ്ചിനീയറിംഗ് പൊസിഷൻ ഇവിടെ ഹയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇവിടെ കാണാം. അതുപോലെ ഇൻറ്റേൺഷിപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറൻ്റ് 2026 ഇൻറ്റേൺഷിപ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പയറേഷൻ ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം JP Morganൽ അപ്ലൈ ചെയ്യണമെങ്കിൽ മെയ് 11 മുന്നേട്ട് അപ്ലൈ ചെയ്യണം. അതാണ് ഇവിടുത്തെ ഡെഡ് ലൈൻ. ഇപ്പം ദ ഏർലി യു അപ്ലൈ ദ ബെറ്റർ. പിന്നെ ചിലതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഗ്രിഡ് കാണാൻ പറ്റും. ഇത് ഞാൻ ജൂണിനാണ് കൊടുത്തത്, കാരണം ഇത് ഇപ്പോൾ ഓപ്പൺ അല്ല. ഇപ്പോൾ കറൻലി ഗ്രിഡ് 7.0 വെബ്സൈറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8 അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ വേറെ കുറേ കറൻലി ആക്റ്റീവായിട്ടുള്ള ഹാക്കത്തോൺസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇത് കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് ആണ്. അപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഹബ്ബ് ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് ഉള്ള ജോബ് കിട്ടും, ആക്റ്റീവ്ലി നടക്കുന്ന ഇൻറ്റേൺഷിപ്സ് കിട്ടും. ഈ ഉടായ്പ ഇൻറ്റേൺഷിപ്സ് അല്ല കേട്ടോ, ശരിക്കുള്ള നിങ്ങൾക്ക് സ്റ്റൈപ്പണ്ടൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ ഫുൾ ടൈം ജോബ് കിട്ടാൻ ചാൻസുള്ള വലിയ കമ്പനീസിൻ്റെ ഇൻറ്റേൺഷിപ്സ് കാര്യങ്ങൾ, അതുപോലെ ഹാക്കത്തോൺസും ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇനി പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജിൽ വന്ന് നോക്കിയാൽ മതി. പിന്നുള്ളത് അബൌട്ട് അസ് ആണ്. ഇതൊരു ചെറിയ പേജാണ്. ജസ്റ്റ് നമ്മളുടെ VCode കമ്മ്യൂണിറ്റിനെ കുറിച്ച്, നമ്മളെ മിഷൻ എന്താണ്, നമ്മളെ വിഷൻ എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ എന്നെക്കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫ് ഓവർവ്യൂ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ലിങ്ക്ഡിനിലേക്കുള്ള കണക്ഷനും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കുള്ളതും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഈ മൊത്തം വെബ്സൈറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സെക്ഷൻ ഉള്ളത്. അതാണ് ഈ മോർ ടാബ്. ഈ മോർ ടാബ് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറുതാണെന്ന് വിചാരിക്കും, പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഭയങ്കര വലിയ കാര്യങ്ങളാണ്. മോർ എന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്കോപ്പ് ഓഫ് ഡൊമൈൻസ് ഉണ്ട്, റെസ്യൂമെ അനലൈസർ ഉണ്ട്, ഫ്രീ സർട്ടിഫിക്കേഷൻ, അപ്ലൈ ഫോർ കമ്പനീസ്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, DSA വിഷ്വലൈസേഷൻ, ഹൗ ടൂസ്, അവർ മെമ്പേഴ്സ് ആൻഡ് പോഡ്കാസ്റ്റ് ആൻഡ് ഇവൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിൽ ഓരോന്നും ചിലപ്പം ടൈറ്റിൽ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും എന്ത് അടിപൊളി കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്കോപ്പ് ഓഫ് ഡൊമൈൻസ് ഞാൻ പറഞ്ഞാൽ, അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് ഡൊമൈനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അപ്പോൾ ആ ക്വസ്റ്റിന് ആൻസറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഒറ്റ പേജ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് AI ആൻഡ് മെഷീൻ ലേണിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ അറിയണമെന്നുണ്ടെങ്കിൽ എത്ര സാലറി കിട്ടും, 30 to 50 lakh സാലറി കിട്ടും. ആ മെഷീൻ ലേണിംഗ് കൺസെപ്റ്റ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം വേണം, 18 മാസം വേണം. അതുപോലെ പഠിക്കാനുള്ള ഡിഫിക്കൽട്ടി എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ് ഫ്യൂച്ചറിൽ. അപ്പം ഹയർ ദ സ്കോർ ബെറ്റർ. ഓക്കെ, അതുപോലെ ഏതൊക്കെ കമ്പനീസാണ് ഇന്ത്യയിൽ ഈ ഒരു ഡൊമൈന് ഏറ്റവും കൂടുതൽ ഹയറിങ് നടക്കുന്നത് എന്നുള്ളതും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ കമ്പനീൻ്റെ കരിയർ പേജിലേക്ക് ഡയറക്റ്റ്ലി പോകാൻ പറ്റും. അപ്പം സൈബർ സെക്യൂരിറ്റി പഠിക്കുന്നവർക്കാണെങ്കിൽ സൈബർ സെക്യൂരിറ്റിൻ്റെ സാലറി എത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, പഠിക്കണമെങ്കിൽ എത്ര സമയം വേണം, ഡിഫിക്കൽട്ടി എന്താണ്, ഫ്യൂച്ചറിലെ സ്കോപ്പ് എന്താണ്, ഏതൊക്കെ കമ്പനീസ്. അതുപോലെ ഇപ്പോൾ കുറേ സാധനങ്ങൾ, ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, മൊബൈൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. അതുപോലെ ഈ ഡ്രോപ്പ് ഡൗണിൽ തന്നെ കുറേ സാധനങ്ങളുണ്ട്. അതിലിപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ട്, എൻ്റെ പൊസിഷൻ സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഡെവലപ്പർ റിലേഷൻസ് റോള് കാണാൻ പറ്റും, എംബെഡഡ് സിസ്റ്റംസ് കാണാം, അല്ലെങ്കിൽ ഗെയിം ഡെവലപ്മെൻറ്റ്, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കയറി നോക്കാം ഏതൊക്കെ കമ്പനീസ് ഹയർ ചെയ്യുന്ന അറിയാൻ പറ്റും, അതിനൊക്കെ പറ്റും. ഓക്കെ, അപ്പം ഈ പേജ് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി അടുത്ത പേജാണ് റെസ്യൂമെ അനലൈസർ. ഈ പേജ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ ജസ്റ്റ് നിങ്ങളുടെ റെസ്യൂമെ ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ ജോബ് ഡിസ്ക്രിപ്ഷൻ, നിങ്ങളൊരു കമ്പനീൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഫുൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക. റൺ അനാലിസിസ് എന്നുള്ളൊരു ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വണ്ടർഫുൾ മാജിക്സ് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു റെസ്യൂമെ ആഡ് ചെയ്തു. ഇത് എനിക്ക് നമ്മളൊരു സ്റ്റുഡൻറ്റ് അയച്ചെന്ന റെസ്യൂമെയാണ്. അതുപോലെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് റൺ അനാലിസിസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റെസ്യൂമിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സാണ് വേണ്ടി. ഈ റോൾ തന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ്ഡ് മോഡ് എന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഫ്രഷറിൻ്റെ റോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രഷേഴ്സ് എന്നുള്ളത് കാണിക്കും. അത് ഞാൻ കാണിച്ചു തരാൻ കുറച്ച് കഴിഞ്ഞിട്ട്. അതുപോലെ റെസ്യൂമിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സാണ് വേണ്ടി, എന്താണ് ഇവിടെ പ്രോബ്ലം ഉള്ളതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ കീവേഡ് സയൻസ് കൊടുത്തു കഴിഞ്ഞാൽ CPP, ML, DS ഇതൊക്കെ മിസ്സിംഗ് ആണ് റെസ്യൂമിൽ. ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരും എന്താണ് ചെയ്യേണ്ടത്. ഈ 6 പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ റെസ്യൂമെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ട്, അപ്പം ഈ എക്സ്പീരിയൻസിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണെന്ന് എഴുതിക്കോ. ഓക്കെ, ഞാൻ എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ പൈത്തൺ എന്നും അല്ലെങ്കിൽ MySQL എന്നൊക്കെ ഉള്ളത് കുറച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു റണ്ണൻസ് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് മാച്ചിങ്, എത്രത്തോളം മാച്ചിങ് ഉണ്ട്, എന്താണ് ഇമ്പ്രൂവ് ആയത് കാണിച്ചു തരും. അതുപോലെ ഇപ്പം ഈ റോള് കണ്ടു ഇവിടെ മാറിയത് എൻട്രി ജൂനിയർ അല്ലെങ്കിൽ എൻട്രി ലെവൽ റോളാണ്. കാരണം ഞാൻ ഇവിടുത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രോപ്പർലി അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്വയം മനസ്സിലാക്കാൻ പറ്റും ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റോളാണോ, ഫ്രഷേഴ്സിനുള്ള റോളാണോ.
പിന്നെ അതുപോലെ മാച്ച് ചെയ്ത ഇവിടെ ഇപ്പോൾ SQL മാച്ച് ചെയ്തിട്ടുണ്ട്, പൈത്തൺ മാച്ച് ചെയ്തിട്ടില്ല. അതുപോലെ ഫീഡ്ബാക്ക് ഇപ്പോൾ നേരത്തെ നമുക്ക് 6 ഇമ്പ്രൂവ്മെൻറ്റ്സ് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ 3 ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉള്ളൂ. അപ്പോൾ പൈത്തൺ ആഡ് ചെയ്യണം, അതുപോലെ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിനനുസരിച്ച് എന്ത് മാറ്റണം, അങ്ങനെയുള്ള ഓരോന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ ഒരു പേജ് നിങ്ങൾക്ക് ഇത് 100% ലൈക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് ഇത് പറഞ്ഞ് ബ്ലൈൻഡ്ലി വിശ്വസിക്കണം എന്നല്ല, പക്ഷേ ഇത് നിങ്ങൾക്കൊരു ഗൈഡിങ് അല്ലെങ്കിൽ ഒരു നോർത്ത് സ്റ്റാർ പോലെയാണ്. അതായത് നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവിങ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ 100 കിട്ടിയ നേരത്തും നിങ്ങളെ റെസ്യൂമേ ഏറ്റവും നല്ലതാണ്, ബെസ്റ്റ് ആവണം എന്നൊന്നുമില്ല. അതുപോലെ ഇതിലിപ്പം 75 ഒക്കെ കിട്ടി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്കോറായിട്ട് വിചാരിക്കുക. ഇത് നിങ്ങൾക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതൊരു ഫൈനൽ വേർഡ് ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ ഫാക്ട് അങ്ങനെ കൺസിഡർ ചെയ്ത്. പക്ഷേ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എനിക്ക് ഈ റിപ്പോർട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനും കിട്ടും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതാണ് ഫ്രീ സർട്ടിഫിക്കേഷൻസ്. ഇതിൽ നിങ്ങൾക്ക് മിക്ക ഡൊമൈൻസിലും ഫ്രീ സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പം പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള പല റിസോഴ്സസുമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിലിപ്പോൾ എല്ലതും ഞാൻ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം വെരിഫൈ ചെയ്തതിനൊക്കെ ഇവിടെ ഇങ്ങനെ മേലെ വെരിഫൈഡ് ഫ്രീ പറഞ്ഞിട്ട് ഒരു പച്ച കളറിൽ ബാനർ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ മറ്റേ മഞ്ഞ കളറിൽ ടു ബി വെരിഫൈഡ് പറഞ്ഞാൽ അത് ഇനി ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ഉള്ള. ഇനിയിപ്പോൾ നിങ്ങൾ ആരെയും കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കേഷൻ വാലിഡ് ആണെന്ന് തോന്നുകയാണെന്ന് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയച്ചാൽ നമ്മളത് അപ്പം വെരിഫൈ ചെയ്തേക്കണം. ഓക്കെ, അപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ ഡൊമൈൻ ഉണ്ട്: ജനറൽ ടെക്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡെവോപ്സ്, AI, മെഷീൻ ലേണിംഗ്, വെബ് ഡെവലപ്മെൻറ്റ്, സെക്യൂരിറ്റി, ഡാറ്റാബേസ്, പ്രോജക്ട് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, മിസ്ലീനിംഗ് ആണ് ഉണ്ട്. ഇതിപ്പോൾ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓരോരോ ഡൊമൈൻ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ AI മെഷീൻ ലേണിംഗിൽ എടുക്കണം. ഇപ്പോൾ കേഗിളിൻ്റെ ഇൻട്രോ ടു ഇതാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കേഗിളിൻ്റെ ഈ ഒരു കോഴ്സിലേക്ക് പോകും. ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ഞാൻ വെരിഫൈ ചെയ്ത കാര്യമാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുകൊണ്ടാണ് അത് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ ഈ ഒരു ബാനർ വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇതിലുള്ള ഏത് കോഴ്സും എടുത്തിട്ട് കോഴ്സോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനേക്കാളും ചില കേസസ് അപ്പോൾ ലാസ്റ്റ് സർട്ടിഫിക്കേഷൻ്റെ സമയത്ത് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കേസായിട്ടാണ് ഞാൻ ഇതിനത് റിമൂവ് ചെയ്യും. ഞാൻ ഫുള്ള് നോക്കിയിട്ടില്ല. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് പറയാം ഇതിൽ ഏതൊക്കെയാണ് വെരിഫൈഡ്, ഏതിലേക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി അറ്റ് ദ എൻഡ് ഇൻ ഫ്യൂ ഡേയ്സ് ഇത് മൊത്തം വെരിഫൈ ചെയ്ത് മാറ്റുന്നേക്കാരം. ഓക്കെ, ഇനി അടുത്തത് അപ്ലൈ ഫോർ കമ്പനീസ്. ഓക്കെ, ഇതിലാണ് ടോപ്പ് പേയിങ് സാലറീസ് കൊടുക്കുന്ന എല്ലാ കമ്പനീസും ലിസ്റ്റ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് 553 കമ്പനി, എനിക്ക് തോന്നുന്നു 560ഓളം കമ്പനീസ് ഇതിലുണ്ട്. ഈ 560 കമ്പനീസിൻ്റെ കരിയർ പേജ് ഇപ്പോൾ കുറേ പേര് വെക്കും, ബ്രോ എങ്ങനെയാണ് ഞാൻ ഈ കമ്പനിക്ക് അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ഞാൻ ആ കമ്പനീൻ്റെ അത് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ഇവിടുത്തെ റോള് കണ്ടുപിടിക്കുക, ആ ഒരു ഡൗട്ടും വേണ്ട. ജസ്റ്റ് ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കമ്പനീസ് ഉണ്ട്. നിങ്ങൾക്ക് ഉള്ള എല്ലാത്തിലും പോയി അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഇനിയിപ്പം ഇതൊക്കെ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കണം, ജസ്റ്റ് സെർച്ച് ചെയ്താലും മതി. നിങ്ങൾക്ക് ഇപ്പം ഇഷ്ടമുള്ള ഏതെങ്കിലും ഇപ്പം നൈക്ക നോക്കുകയാണെങ്കിൽ നൈക്ക കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലെ മീഷോ എല്ലാ കമ്പനീസും കിട്ടും. ഇനിയിപ്പോൾ വലിയ കമ്പനീസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവും, ആപ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ കമ്പനീസിൻ്റെ കരിയർ പേജ് ഇവിടെ കാണാൻ പറ്റും. ഇനി കമ്പനീസിൻ്റെ കരിയർ പേജ് മാത്രം മതിയോ, അല്ലെങ്കിൽ അപ്ലൈ ഉള്ള ജോബ് മാത്രം കിട്ടിയാൽ നിങ്ങൾക്ക് ആ കമ്പനീസിന് ഇൻ്റർവ്യൂ കൂടി ക്രാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത നമ്മളുടെ കിടിലം റിസോഴ്സാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കമ്പനീസിൻ്റെയും ഞാൻ മാക്സിമം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഈ ഒരു 553 കമ്പനീസിൻ്റെ എല്ലാ ഇൻ്റർവ്യൂ ആ കമ്പനീസിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ കമ്പനീസിൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് റെഡിയാണ്. ജസ്റ്റ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അതിന്ന് ഈ കമ്പനീസിൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് DSA വിഷ്വലൈസേഷൻ. ഈ ഒരു പേജ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ പേജിന് വേണ്ടിയിട്ട്. ഓൾസോ ഈ പേജ് ഒരു ഹാഫ് കുക്ക്ഡ് ആണ് ഇപ്പം, അതായത് ഞാൻ ഫുൾ ചെയ്തിട്ടില്ല. അത് ഇൻറ്റൻഷലി അങ്ങനെ ചെയ്തതാണ്. കാരണം എന്താണെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റാണ്. ഇത് നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റാക്കി മാറ്റിയതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കോൺട്രിബ്യൂട്ട് ഓൺ ഗിറ്റപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാം, പുതിയ ഡാറ്റ സ്ട്രക്ചേഴ്സ് കൊണ്ടുവരാം, പുതിയ ആൽഗോരിതംസ് കൊണ്ടുവരാം. ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ പുതിയ വിഷ്വലൈസേഷൻ കൊണ്ടുവരാം, ബാക്ക് എൻഡ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പുതിയ ബാക്ക് എൻഡ് ആൽഗോരിതംസ് എഴുതാം, ഡാറ്റ സ്ട്രക്ചർ എഴുതാം. ഇനി DS എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ ചെയ്യാം, ഫ്രണ്ട് എൻഡ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നവർക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കിടിലം ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റാണിത്. സോ ഡെഫിനറ്റ്ലി ഇതിലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സോർട്ടിങ്ങാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോർട്ടിങ് നമ്മൾ കുറച്ച് സൈസൊക്കെ ഒന്ന് കുറച്ച് നോക്കാം. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇവിടെ സ്പീഡും കൂട്ടാം. സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ബബിൾ സോർട്ട് വർക്ക് ആവുന്നത്, ഇത് എങ്ങനെ സോർട്ട് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഇപ്പം വേറെയും കുറേ ബബിൾ സോർട്ട് മാത്രമല്ല, സെലക്ഷൻ സോർട്ട് അല്ലെങ്കിൽ ഇൻസേർഷൻ സോർട്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ ഇവരെ കമ്പയർ ചെയ്യണമെങ്കിൽ കമ്പയർ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാൻ മെർജ് സോർട്ടും ക്വിക്ക് സോർട്ടും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണ് ആ സോർട്ടിങ് ചെയ്യുന്നത്, ഏതാണ് ഫാസ്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഇനിയിപ്പം സെർച്ചിങ്ങിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അരേ തന്നിട്ടുണ്ട്. ആ അരയിൽ ഇപ്പോൾ ഒരു നമ്പർ ഇവിടെ ഇപ്പം ഞാനിപ്പം 34 എന്നുള്ളൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ 34 എവിടെയെന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരും. പിന്നെ ഗ്രാഫിലാണെങ്കിൽ എങ്ങനെ ഗ്രാഫ് കണ്ടോ, നമുക്ക് ഈ ഗ്രാഫ് ഇവിടെ നോഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പുതിയൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുതിയ നോഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുപോലെ ഇവരെങ്ങനെ കണക്ട് ചെയ്യാം, അങ്ങനത്തെ കുറേ പരിപാടികൾ. പിന്നെ ചെറിയ ചെറിയ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇൻറ്റൻഷനലി ഉള്ളതാണ്. നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം, ബെറ്റർ ആക്കാം, പുതിയ വിഷ്വലൈസേഷൻ കൊണ്ടുവരാം. പിന്നെ ഗ്രാഫിൽ തന്നെ BFS, DFS, ഡിക്സ്ട്ര,
അതുപോലെ എ സ്റ്റാർ, ഇത്രയും ആൽഗോരിതം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങനെ പ്ലേ ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇതാണ്ടോ ഓരോന്നിലേക്ക് പോകുന്നത്, ലാസ്റ്റ് 9ലേക്ക് എത്തണം. അപ്പോൾ 9ലേക്ക് എങ്ങനെ പോകുക എന്നുള്ളതൊക്കെ ഇത് വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരും. പക്ഷേ ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. ബെറ്റർ ആക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. ഓക്കെ, ഇനി ലിങ്ക് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലിങ്ക് ലിസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിലിപ്പോൾ ഒരു വാല്യൂ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂ എങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞാൻ 4 ആഡ് ചെയ്യാൻ കൊടുത്തു. 4 4th പൊസിഷനിൽ ഇവിടെ ആഡ് ചെയ്യും. 23 എന്നുള്ളത് 4th പൊസിഷനിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ ട്രീസ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ട്രീസ് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇങ്ങനെ ഇൻസർട്ട് ചെയ്തുകൊണ്ട് നിൽക്കാം. ഓക്കെ, അപ്പോൾ അതിങ്ങനെ കറക്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നോക്കിയിട്ട്, ഇതിപ്പോൾ ബൈനറി സെർച്ച് ട്രീ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ ചെറുതും റൈറ്റ് സൈഡിലൊക്കെ വലുത് വയ്ക്കാനും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. 34 കൊടുത്തു കഴിഞ്ഞാൽ 23ൻ്റെ റൈറ്റിൽ പോയി വരും. അതുപോലെ ഹീപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാല്യൂ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാല്യൂ ആഡ് ചെയ്യാം. അത് സ്വാപ്പ് ചെയ്ത് ഏറ്റവും ടോപ്പ് വാല്യൂ മേലെ വന്ന് നിൽക്കുന്ന രീതിയിൽ അത് തന്നെ തന്നെ ഹീപ്പിഫൈയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വലിയൊരു വാല്യൂ കൊടുത്തു 100 കൊടുത്തു കഴിഞ്ഞാൽ 100 ആദ്യം അടിയിൽ ആഡ് ചെയ്യും. എന്നിട്ട് അത് സ്വാപ്പ് ചെയ്ത് ഏറ്റവും ടോപ്പിൽ 100 എത്തുന്നവരെ ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഡാറ്റ സ്ട്രക്ചറിൻ്റെ വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എങ്ങനെ ഇതൊക്കെ വർക്ക് ചെയ്യും. അതുപോലെ DPയും അഡ്വാൻസ് പ്രോഗ്രാമിംഗ് ഉണ്ട്. ഇപ്പോൾ ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസും ഫിബൊനാച്ചിയും ഉണ്ട് ഇതിൽ. അപ്പോൾ ഫിബൊനാച്ചി കൊടുത്തു കഴിഞ്ഞാൽ n=10 വരെയുള്ള ഫിബൊനാച്ചി ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഇതിൽ ഇനി കുറേ ആൽഗോരിതംസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഗോ ടു ദെയർ. ആൻഡ് അതുപോലെ ഞാൻ ഇവിടെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പേരൊക്കെ ഞാൻ ഈ പേജിൽ പബ്ലിക്കലി കാണിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ ഫസ്റ്റ് പുൾ റിക്വസ്റ്റ് ചെയ്ത് അത് ഞാൻ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളും അതുപോലെ ഗിറ്റ്ഹബ് അക്കൗണ്ട് ഞാൻ ഇവിടെ പബ്ലിക്കലി എല്ലാവർക്കും കാണിച്ചു. അതുപോലെ നിങ്ങൾ വല്ല ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ പ്രൊഫൈലിലൊക്കെ അത് ആഡ് ചെയ്യാൻ പറ്റും, ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ പോലെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഹൗ ടു ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പേജ്. ഇതിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മിക്ക ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആണ് ഇതിലുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ കുറേ പേര് നമ്മൾ കരിയർ ബ്രേക്ക് ആയി, അപ്പം നമുക്ക് എന്ത് ചെയ്യണം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അത് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേറ്റിംഗ് കരിയർ ഗ്യാപ്സ് എന്നുള്ളത് കാണാം. ആ ആർട്ടിക്കിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് കരിയർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, VCode എന്തൊക്കെ റിസോഴ്സസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പബ്ലിക്കലി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ വേറെ എന്തൊക്കെ റിസോഴ്സസ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് അറിയണമെന്നുള്ളവർക്കാണെങ്കിൽ ഇൻറ്റേൺഷിപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് എൻ ഇൻറ്റേൺഷിപ്പ് ഫോർ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ്, എങ്ങനെ നല്ല പ്രൊഫൈൽ ഉണ്ടാക്കാം, എങ്ങനെ നല്ല റെസ്യൂമേ എഴുതാം ഇൻറ്റേൺഷിപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് നല്ല പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുക ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻറ്റേൺഷിപ്പ് സ്കാംസും കാര്യങ്ങളും കണ്ടുപിടിക്കുക. അപ്പം ഇൻറ്റേൺഷിപ്പ് സ്കാംസിൻ്റെ കാലമാണല്ലോ. അപ്പം ഡെഫിനറ്റ്ലി ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ റെഡ് ഫ്ലാഗ്സും കാര്യങ്ങളും പ്രോബ്ലംസും ഒക്കെ അതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വീഡിയോസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഹൗ ടു ഫൈൻഡ് ഇൻറ്റേൺഷിപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇൻറ്റേൺഷിപ്പ് കണ്ടുപിടിക്കാം, എങ്ങനെ എന്തൊക്കെ സ്കിൽസ് വേണം, നിങ്ങൾ എന്തൊക്കെ സെറ്റ് ചെയ്യണം, അതൊക്കെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കിയപ്പോൾ അതുപോലെ VCode റിസോഴ്സസ് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്തൊക്കെയാണെന്നും കാണാം. അപ്പോൾ ഹൗ ടു സെഷൻ അതാണ് ബേസിക്കലി നിങ്ങൾക്കുള്ള എല്ലാ ഹൗ ടു ഡു XYZ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ് ഇതിൽ മിക്കതുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു ആൾ. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ മെമ്പേഴ്സിനെ കുറിച്ച് ഞാൻ ചെറിയൊരു പേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെ മെമ്പേഴ്സ് ഏതൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരാണ്, എത്ര പെർസെൻറ്റേജ് ആൾക്കാരുണ്ട് ഓരോരോ പ്രായത്തിൽ നിന്നുള്ളവർ, എല്ലാവരും വരുന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ഉണ്ട്, നോൺ ടെക് എന്ന് വരുന്നവരുണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്, കരിയർ ചേഞ്ചസ്, കരിയർ ബ്രേക്ക് ഉള്ളവർ, കറൻ്റ്ലി വർക്ക് ചെയ്യുന്നവർ, സ്വിച്ച് ചെയ്യുന്നവർ, ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സ് ആയവർ, അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഗ്ലോബൽ പൊസിഷൻസും കാര്യങ്ങളും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു പേജ് നമ്മളെ പോഡ്കാസ്റ്റാണ്. ഡെഫിനറ്റ്ലി നമ്മളെ യൂട്യൂബിലുള്ള പോഡ്കാസ്റ്റാണ്. പക്ഷേ ഇത് നമ്മൾ സ്പോട്ടിഫൈയിലേക്കും കൂടി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ പുതിയ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ ഈ പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാനും അറിയാനും പറ്റും. അപ്പോൾ ജസ്റ്റ് ഇവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോഡ്കാസ്റ്റ് ഇവിടെ പ്ലേ ആവും, നിങ്ങൾക്ക് അത് കാണും ചെയ്യാം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ബട്ടൺ ഇവൻറ്റ്സ് ആണ്. അപ്പോൾ കറൻ്റ്ലി നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. ഓക്കെ, ആ ഇവൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ നൗ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇവൻറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ മെമ്പേഴ്സിന് മാത്രമുള്ളതാണ് ഇങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ പേജിലേക്ക് പോകാം. ഇതാണ് നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്തത്. ആൻഡ് സബ്സ്ക്രിപ്ഷൻസ് എന്തൊക്കെയാണുള്ളത് നോക്കാം. അപ്പോൾ ബേസിക്കലി VCode 2.0ൻ്റെ ഭാഗമായിട്ട് VCode ഇനി 4 ടൈപ്പ് ഓഫ് മെമ്പർഷിപ്പാണ്. ഒന്ന് ഡെഫിനറ്റ്ലി ഫ്രീ മെമ്പർഷിപ്പാണ്. അതിന് നിങ്ങൾ ഒരു സ്ഥലത്തും രജിസ്റ്റർ ചെയ്യുക കാര്യങ്ങളൊന്നും വേണ്ട. ഈ വെബ്സൈറ്റ്, നമ്മളുടെ യൂട്യൂബ്, നമ്മളുടെ ഇൻസ്റ്റാഗ്രാം, നമ്മളുടെ ഡിസ്കോഡ് കാര്യങ്ങൾ, ഇപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫ്രീ മെമ്പർഷിപ്പിലുള്ളത്. ആൻഡ് ട്രസ്റ്റ് മീ, ഒരു 80% അല്ലെങ്കിൽ 90% ആൾക്കാർക്കുള്ള ഇൻഫർമേഷൻസൊക്കെ നമ്മൾ ഈ വെബ്സൈറ്റിലും നമ്മളുടെ യൂട്യൂബിലൊക്കെ ആയിട്ട് തന്നെ ഉണ്ട്. എനിക്ക് എൻ്റെ ഇതുവരെയുള്ള ഈ 3 വർഷത്തെ എക്സ്പീരിയൻസിൽ എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഞാൻ ഈ വെബ്സൈറ്റിലായിട്ടും നമ്മുടെ യൂട്യൂബിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ആദ്യം ഇതിന്ന് കംഫർട്ടബിളായിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി ഇഷ്ടപ്പെട്ടിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി നിങ്ങളായിട്ട് സിങ്ക് ആവുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഐഡിയോളജിയും നിങ്ങളുടെ ഐഡിയോളജി മാച്ച് ആവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ VCode കമ്മ്യൂണിറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്താ, നിങ്ങളൊരു 12 lakh മേലെ പാക്കേജുള്ള സാലറി ഉള്ള ജോബിൽ എത്തിക്കാം. നിങ്ങൾ ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 25 lakh 30 lakh മേലുള്ള പാക്കേജിൽ എത്തിക്കാം മിനിമം. ഇതാണ് നമ്മളുടെ ഗോൾ, ഇതാണ് നമ്മുടെ ഐഡിയോളജി. അതിനുവേണ്ടി നമ്മൾ ഏത് അറ്റം വരെ പോയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത്
നമ്മൾ നേടിയെടുക്കും. അതാണ് നമ്മളുടെ ഐഡിയോളജി, അതാണ് നമ്മളെ ഗോൾ. ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഫ്രീ ടയറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെയുള്ള നമ്മളത് പെയ്ഡ് ആയിട്ടുള്ള 3 ടയേഴ്സാണ് ഉള്ളത്. അത് സിൽവർ ആണ്, ഗോൾഡ് ആൻഡ് എലൈറ്റ്. ആൻഡ് ഈ മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നാസിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെയാണ് ചെയ്യുന്നത്. അപ്പം യൂട്യൂബ് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തവർ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്കിനി നമ്മളെ സിൽവർ മെമ്പർഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പം സിൽവർ മെമ്പർഷിപ്പ് വരുന്നത് 79 രൂപയാണ് പെർ മന്ത്. ആൻഡ് ഇത് ബേസിക്കലി നമ്മൾ കമ്പനിയിലേക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ, പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കണം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിലാവുമ്പോൾ നിങ്ങൾക്കുള്ള നേരത്തെ പ്രോഡക്റ്റ് സെക്ഷനിൽ കാണിച്ചിരുന്ന എല്ലാ പ്രോഡക്റ്റ്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. നമ്മളിപ്പോൾ GSOC പ്രിപ്പറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു ഹാക്കത്തോണിൻ്റെ പ്രിപ്പറേഷൻ ആണെങ്കിലും എല്ലാതും ഓൾമോസ്റ്റ് എല്ലാതും അതിൽ കിട്ടും. ഇതിലില്ലാത്ത ഒരൊറ്റ സാധനം എന്താ വെച്ചാൽ 1-on-1 കോൾ. ആ 1-on-1 കോൾ വെച്ച് ബാക്കിയുള്ള എല്ലാതും അവൈലബിൾ ആണ്. 1-on-1 കോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, പക്ഷേ എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടാവും അതിന്. അപ്പം അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ബാക്കിയുള്ള എല്ലാതും ആ നമ്മളെ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ പ്രോഡക്ട്സും ഇവൻറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കണം. അതുകൊണ്ട് ഇതിൽ വരുന്ന ഒരു 98% ആൾക്കാർക്കും സിൽവർ മെമ്പർഷിപ്പ് മതി. ആൻഡ് ഞാനിവിടെ ക്ലിയർലി എഴുതിയിട്ടാണ് എന്തൊക്കെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ. അതുപോലെ നമ്മൾ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർ അവിടെ ഓൾറെഡി യൂട്യൂബിൽ 30 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സ്പെഷ്യൽ കൂപ്പൺ കോഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ നാസ് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ 30 രൂപ ഇതിൽ നിന്ന് മൈനസ് ആവും. എന്നിട്ടുള്ള ബാക്കിയുള്ള പൈസ മാത്രം ഇവിടെ കൊടുത്താൽ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഈ 79 രൂപ തന്നെക്കാരം നാസ് പ്ലസ് യൂട്യൂബ് ബോത്ത് കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരത്തില്ല. അപ്പോൾ അതാണ് ഇപ്പം യൂട്യൂബ് മെമ്പേഴ്സിനുള്ള ബെനിഫിറ്റ്. യൂട്യൂബിൽ നിങ്ങൾ എത്ര പൈസ കൊടുക്കുന്നു ആ പൈസ കുറച്ചിട്ടുള്ള പൈസ ഈ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ നമ്മളെ നാസിൽ കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ. അതിനുള്ള കൂപ്പൺ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി മെമ്പേഴ്സ് ഓൺലി ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതറിയാത്തവർ അത് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടയറിലേക്ക് പോകാം. ഗോൾഡ് ടിയർ. എന്താണ് ഗോൾഡ് ടിയറിൻ്റെ പ്രത്യേകത? ഗോൾഡ് ടിയറിൽ ബേസിക്കലി സിൽവറിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് 1-on-1 കോൾ അവൈലബിൾ ആണ്. 1-on-1 കോൾ ഫ്രീ ആയിട്ട് അതിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഒരു മാസത്തിൽ ഒരു തവണ കോൾ ബുക്ക് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ആൻഡ് നമ്മൾ ഈ കോൾ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പ്രിപ്പറേഷൻസ് നടക്കുന്നത്. ആൻഡ് ആർക്കാണ് ഗോൾഡ് മെമ്പർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റക്കാണ്, നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് ലൈക്ക് സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം, ട്രാക്ക് ചെയ്യണം, അക്കൗണ്ടബിലിറ്റി ഒക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് ഗോൾഡ് ഏറ്റവും ബെസ്റ്റ്. നമ്മളതിൽ മിക്ക പ്ലേസ്മെൻറ്റ്സിനും ഇൻ്റർവ്യൂവിനും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് യൂഷ്വലി 1-on-1 കോൾ ബുക്ക് ചെയ്യാറ്. ആൻഡ് 1-on-1 കോൾ ബുക്ക് ചെയ്ത ആൾക്കാരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ ഫീഡ്ബാക്ക് സെഷനിലും കാര്യത്തിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ആവശ്യമുള്ളവർ മാത്രം അത് എടുക്കുക, അല്ലാത്തവർ സിൽവറിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അപ്പോൾ 1-on-1 കോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഡെഫിനറ്റ്ലി എടുക്കുക. അഗെയിൻ യൂട്യൂബിൽ പ്ലാറ്റിനം മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരുണ്ട്. അവർക്ക് അവിടെ കൊടുത്ത പൈസേൻ്റെ മൈനസ് ചെയ്തുള്ള പൈസയാണ് ഗോൾഡ് മെമ്പർഷിപ്പ് എടുക്കാൻ. അപ്പോൾ 1-on-1 കോൾ നിങ്ങൾക്ക് ഇതിന്ന് ഡയറക്റ്റ്ലി ബുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ അപ്പോൾ അടുത്ത ഏറ്റവും ലാസ്റ്റത്താണ് എലൈറ്റ് ടിയർ. എലൈറ്റ് ടിയർ ആകെ 2 ടൈപ്പ് ഓഫ് ആൾക്കാർക്കുള്ളതാണ്. അത് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിനും അതുപോലെ കരിയറിൽ വലിയൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ടെക് കരിയർ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എലൈറ്റ് ടിയർ എടുക്കുക. ഇതിലുള്ള 1-on-1 കോൾ കുറച്ചുകൂടി ലോങ് ഡ്യൂറേഷൻ ആണ്, 45 മിനിറ്റോളം ഉണ്ടാവും കോൾ. അതുപോലെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലേക്കാരും കാര്യങ്ങൾ സംസാരിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രൊഫൈൽ ബിൽഡ് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം. ഇപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ കുറേ പ്രൊജക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചെടുക്കുന്നത് പോലെയല്ല. പ്രൊഫഷണൽസ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലി ആൻഡ് കുറച്ചുകൂടി നമ്മൾ പൊളിറ്റിക്കലിയും കൂടി ചിന്തിക്കണം. എങ്ങനെയാണ് ആ കമ്പനിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അടുത്ത കമ്പനിയിലേക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഒരു അട്രാക്റ്റീവ് കാൻഡിഡേറ്റ് ആക്കി മാറ്റുക. അപ്പോൾ ആ രീതിയിലുള്ള ഡിസ്കഷൻസ് കാര്യങ്ങൾ. അതുപോലെ ചിലർ മാനേജ്മെൻറ്റ് റോളിലേക്ക് നോക്കുന്നവർ, ചിലർ ആർക്കിടെക്ട് റോളിലേക്ക് നോക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള റോളിലേക്ക് എത്താൻ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഫൈൽ എങ്ങനെ ബെറ്റർ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസേഴ്സും നമ്മൾ കുറച്ചുകൂടി ടെക്നിക്കലി കൂടുതൽ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്ന സെഷൻസ് ഒക്കെയാണ് എലൈറ്റ് മെമ്പർഷിപ്പ് ഉള്ള 1-on-1 കോളിലുള്ളത്. അതുപോലെ ഇപ്പോൾ കരിയർ ഗ്യാപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു വലിയ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്താണ്ട് നമുക്ക് വീണ്ടും വർക്ക് ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെയാണ് ഇതുള്ളത്. അപ്പോൾ എലൈറ്റ് മെമ്പർഷിപ്പ് ഞാൻ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് ഉള്ളവർക്ക്. ഗോൾഡ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് 1-on-1 കോൾ എന്നോട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ആൻഡ് സിൽവർ മെമ്പർഷിപ്പ് ഓൾമോസ്റ്റ് എവ്രി വൺ ഹൂ വാണ്ട്സ് ഓൾ ദ റിസോഴ്സസ്, പ്രൊഡക്റ്റ്, സർവീസസ് ഒക്കെ വേണ്ടിയവർക്ക്, നമ്മുടെ ചാലഞ്ചസ്, നമ്മുടെ ഹാക്കത്തോൺസ്, ഇതിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എല്ലാത്തിനും സിൽവർ. അപ്പോൾ ഇതിൽ ഏതാ ബെസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നു വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യാം. ഓടിച്ചാടി കയറി നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫ്രീ കാര്യങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ യൂട്യൂബ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ നോക്കി നിങ്ങൾ കംഫർട്ടബിൾ ആണ്, നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമ്മളുടെ മെമ്പർഷിപ്പ് എടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ.
നമ്മളുടെ പുതിയ വീക്കോഡ് 2.0 കുറിച്ച് ഇനി നമുക്ക് കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്നും കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ജോയിൻ കമ്മ്യൂണിറ്റി എന്നുള്ള ബട്ടണോ അല്ലെങ്കിൽ ജോയിനേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നാസ് പ്ലാറ്റ്ഫോമിലേക്ക് കാണുന്നത് പോവുക. നാസ് പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ പ്രൊഡക്ട്സാണ് ഉള്ളത്. ഈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മളവിടെ പറഞ്ഞില്ല. അതുപോലെ നമ്മൾ ഫീഡിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്റ്റ് സെക്ഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഡക്ട്സ് നേരത്തെ നമ്മളെ വെബ്സൈറ്റിൽ കണ്ട എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇവിടെ കാണുന്ന ഈ പൈസ നിങ്ങൾ നോക്കേണ്ട, ഇത് മെമ്പർഷിപ്പ് ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തില്ല, മെമ്പർഷിപ്പ് ഇല്ലാത്തവർ കയറി നോക്കിക്കഴിഞ്ഞാലാണ് ഈ പൈസ. നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്രീ ആണ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് പെയ്ഡ് മെമ്പേഴ്സ് വിൽ സേവ് അപ് ടു 100%. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. 1-on-1 സെഷന് മാത്രമാണ്, പിന്നെ ടിയർ ബേസ്ഡ് ആണ് ഉള്ളത് പേയ്മെൻറ്റ്. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ ഈ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞ സിൽവർ ടിയർ, ഗോൾഡ് ടിയർ, എലൈറ്റ് ടിയർ എന്ന് ക്ലിയർലി ഇതിൽ കാണിക്കും. അപ്പോൾ നമുക്കിവിടെ സിൽവർ ടിയർ എടുക്കാം. സിൽവർ ടിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സിൽവർ ടിയർ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക, ഇത് മാറിപ്പോകരുത്. അപ്പം ടിയർ ഏതാണെന്ന് കൺഫേം ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്യാം. ഇപ്പോൾ കോളേജിലൊന്നും പഠിക്കാത്തവരാണെങ്കിൽ കോളേജ് നെയിം കേട്ടിട്ട് പേടിക്കേണ്ട, ഇവിടെ ജസ്റ്റ് അപ്ലിക്കബിളി എന്നു കൊടുത്താൽ മതി. ഓക്കെ, ബാക്കിയുള്ള ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് ഇതൊന്നും ഫില്ല് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇനി ഇവിടെ പ്ലാൻ സെലക്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ മന്ത്ലി പേയ്മെൻറ്റ് ഉണ്ട്, ക്വാർട്ടർലി പേയ്മെൻറ്റ് ഉണ്ട്, പിന്നെ ഹാഫ് ഇയർലി പേയ്മെൻറ്റ്, പിന്നെ ഇയർലി പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ മന്ത്ലി പേയ്മെൻറ്റ് ആണ് എല്ലാ മാസവും ഇത് ഓട്ടോ പേ പോലെ ഇങ്ങനെ നിങ്ങളതിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് നിൽക്കും. ക്വാർട്ടർലി എടുത്ത് എല്ലാ 3 മാസമാണ് പൈസ എടുക്കുക. അപ്പം ഇപ്പം ഒരു പൈസ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞതിന് ശേഷം ക്യാൻസൽ ആവുള്ളൂ. നിങ്ങളിപ്പോൾ മന്ത്ലി എടുത്തു കഴിഞ്ഞാൽ ഈ മാസം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ടിട്ട് അത് ഉണ്ടാവില്ല. അപ്പോൾ 1 മാസം മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഇത് ഓട്ടോ പേ ആയതുകൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത റിന്യൂവലിന് മുന്നേ തന്നെ ക്യാൻസൽ ചെയ്യണം, അത് മറക്കരുത്. ഇപ്പോൾ ഇയർലി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞാലേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. 6 മന്ത്സ് എടുത്തു കഴിഞ്ഞാൽ 6 മാസം യൂസ് ചെയ്യാം, എന്നിട്ട് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത റിന്യൂവലിൻ്റെ ഡേറ്റിന് മുന്നേ എന്തായാലും ക്യാൻസൽ ചെയ്യാൻ മറക്കണ്ട. അപ്പം പക്ഷേ ഇത് ഇങ്ങനെ ഓരോന്ന് എടുക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളും വരും. എന്നിട്ട് നിങ്ങൾക്ക് UPI അല്ലെങ്കിൽ കാർഡ് വെച്ച് പേയ്മെൻറ്റ് നടത്താം. അപ്പം കാർഡ് വെച്ച് നമ്മളിവിടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും പ്രോസസ്സിങ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെറിയൊരു പൈസ കുറച്ച് കൂടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. എന്നിട്ട് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഡയറക്ട്ലി ജോയിൻ ദ വീക്കോഡ് കമ്മ്യൂണിറ്റി. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൽ കയറി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനിയിപ്പം പ്രോഡക്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രോഡക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ DSA പഠിക്കണം അല്ലെങ്കിൽ കോൾ ബുക്ക് ചെയ്യണം അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മൾ സിൽവർ ടയറാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ എടുക്കാം. അപ്പോൾ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷനിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആക്സസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആക്സസ് ടു ദിസ് പ്രൊഡക്റ്റ് ആൻഡ് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിലുള്ള ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ഫൈൻഡ് ഓൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, ഈ പ്രോഡക്റ്റ് കിട്ടിയിട്ട് ഫ്രീ ആണ്. ഇവിടെ ആക്സസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എല്ലാ കമ്പനീസിനും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇവിടെ അവൈലബിൾ ആയിക്കാൻ. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിസ്കോഡിലേക്കുള്ള ആക്സസ് കിട്ടും. ഇവിടെ കണക്ട് മൈ ഡിസ്കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്കോഡായിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കോഡിലേക്ക് ആക്സസ് കിട്ടും. ഈ ഡിസ്കോഡിലാണ് നമ്മളിപ്പോൾ GSOCൻ്റെ കോൺവെർസേഷൻസ് ആണ്, ഈ പ്രോജക്ട്സിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ഇവൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ഈ സ്പീക്കപ്പിൻ്റെ ഒക്കെ നടക്കാൻ പോകുന്നതൊക്കെ ഡിസ്കോഡ് ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഡിസ്കോഡിലാണ് എല്ലാ കാര്യങ്ങളും കോൺവെർസേഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നോക്കാം. അതുപോലെ നമുക്ക് ഫീഡ് ഉണ്ട്. ഈ ഫീഡിൽ ഞാൻ ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും, എന്തൊക്കെ നടക്കുന്നത്, എന്താണ് ലിങ്ക്, ഓരോ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാനുള്ളത്, ഇതൊക്കെ. പിന്നെ പുതിയ ന്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ഇവിടെയാണ് അപ്ഡേറ്റ് ചെയ്യാറ്. ഓക്കെ, ഇപ്പോൾ GSOCനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൺ ഗോയിങ് ആണ്, ചാലഞ്ചസ് ഹാപ്പനിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് 90 ഡേയ്സിൻ്റെ ചാലഞ്ചാണ്, 90 ഡേയ്സ് അല്ല 106 ഡേയ്സിൻ്റെ ചാലഞ്ചാണ്. ഇനി 90 ഡേയ്സും കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിലുള്ള എല്ലാ ചെക്ക് പോയിന്റ്സ് കാര്യങ്ങൾ കണ്ടു, 18 ചെക്ക് പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇനിയിപ്പോൾ വേറെയുള്ള എന്തെങ്കിലും ഹാക്കത്തോൺസ് കാര്യങ്ങൾ, ഇപ്പം ഈ പിക്സൽ പീപ്പിൻ്റെ പ്രൊജക്റ്റ് കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ അഡ്വാൻസ് കാൽക്കുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ വരാം. ജോയിൻ ചാലഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാൽക്കുലേറ്റർ ബിൽഡിംഗ് പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾമോസ്റ്റ് എവറിത്തിങ് നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. സോ ഇതൊക്കെയാണ് നമ്മളുടെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതാണ് നമ്മുടെ പുതിയ വീക്കോഡ് 2.0. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ലോഗോനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് പറയാം, നമ്മളെ പുതിയ കളർ തീം. ഞാൻ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പുതിയ കളേഴ്സ്. അപ്പം പുതിയ കളേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം. വെബ്സൈറ്റ് എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ,
അപ്പം വെബ്സൈറ്റിൻ്റെ കുറിച്ചും നമ്മളെ പുതിയ കമ്മ്യൂണിറ്റീൻ്റെ പ്ലാൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയാം. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഇനി ലീഡർഷിപ്പ് ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആരാണ് ഏറ്റവും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആരാണ് എന്തൊക്കെ കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മളെ റെട്രോസ്പെക്റ്റീവ് എന്ന് വന്ന ഐഡിയാസാണ്. അപ്പം ആരാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ലീഡർഷിപ്പ് സ്കിൽസ് കാര്യങ്ങൾ കാണിക്കുന്നത്, നല്ലോണം മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെ പ്രൊജക്ട്സ് ഫിനിഷ് ചെയ്യുന്നത്, ചാലഞ്ചസ് ചെയ്യുന്നത്, ഇന്റേൺഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ സ്കോറിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലീഡർഷിപ്പ് ബോർഡ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് മെനി കൂൾ തിങ്സ് കമ്മിങ് മോർ ടു ദിസ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ഫിനിഷ്ഡ് അല്ല, അത് ഫിനിഷ് ചെയ്യാനുണ്ട്. ഓപ്പൺ സോഴ്സ് പേജസ് ഉണ്ട് ഇതിൽ, അപ്പോൾ അതിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുക. അപ്പം ദിസ് ഈസ് ഓൾ അബൌട്ട് ദ VCode 2.0 വേർഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുണ്ടെങ്കിലും പറയാം, അതിനനുസരിച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളും കൊണ്ടുവരാം, പുതിയ വേർഷൻസിൽ കൊണ്ടുവരാം, പുതിയ കാര്യങ്ങൾ ചെയ്യാം. ഒരുമിച്ച് മുന്നോട്ട് സ്ട്രോങ് ആൻഡ് ബെറ്റർ ആയിട്ട് ഈ കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം. കേരളത്തിൽ ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല. ആൻഡ് വി മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ബെസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആവും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ആൻഡ് അതാണ് നമ്മളുടെ ഗോൾ, അതാണ് നമ്മളുടെ ഐഡിയോളജി, ആൻഡ് അതിന് വേണ്ടിയാണ് നമ്മൾ ഈ എഫേർട്ടുകളൊക്കെ എടുക്കുന്നത്. അപ്പം എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് ന്യൂ ഇയർ ടുഗദർ. അപ്പോൾ എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഇയർ അഹെഡ്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡ്രീംസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അപ്പം നമുക്കിനി പുതിയ VCode വീഡിയോസ് ആയിട്ട് കാണാം. അപ്പം അതുവരെക്കും ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.